ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈ ഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തൊരു കാര്യം ഉറക്കമില്ലായ്മയായിരുന്നു കേട്ടോ. രാത്രി കാമയ്ക്ക് തീരെ ഉറക്കമുണ്ടാവില്ല. മക്കൾ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞാലും എനിക്കെന്തോ ഞാൻ കണ്ണും തുറന്നിങ്ങനെ കിടക്കുകയായിരിക്കും. ഫോൺ കളിച്ചിട്ടൊന്നുമല്ല, ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോലും ഉറക്കം നമുക്ക് അങ്ങോട്ട് ശരിയാവില്ല. പിന്നെ പുലർച്ചെ ആവാൻ നേരത്തെ ഉറങ്ങുക. അന്നേരം മക്കൾ അങ്ങോട്ട് എണീക്കുകയും ചെയ്യും കേട്ടോ. രാവിലെ ആകുമ്പോൾ പിന്നെ ഓരോ മെല്ലെ താഴെ അമ്മേൻ്റെ അടുത്തേക്ക് വിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ ഞാൻ ഈ ഒരു ഉറക്കം ഉറങ്ങും. അല്ലുട്ടൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഓന് ക്ഷീണമല്ലെങ്കിലും എനിക്കായിരുന്നു കൂടുതൽ ക്ഷീണം കേട്ടോ. കാരണം ഓനല്ലല്ലോ ടെൻഷൻസ്, ഞാനാണല്ലോ. പിന്നെ ഈ പ്രഗ്നൻസി പില്ലോൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബോധമില്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങളിങ്ങനെ ഇരിക്കാറുണ്ടോ? ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ ഇതാ ഷടപടയെന്ന് പറഞ്ഞിട്ട് ഇതാ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഞാൻ പോകുന്നത് ഈ കണ്ണാടിൻ്റെ മുമ്പിലേക്കാണ് കേട്ടോ. നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിലേ കാൽഷ്യം ഡെഫിഷ്യൻസി വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മളെ പല്ല്, എല്ല്, മുടി ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നൈസാണ് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം അത് നന്നായിട്ട് കെയർ ചെയ്താൽ തന്നെ നമ്മളെ കയ്യിലേക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി ഈ ഉച്ചന്തലയിൽ ഉച്ചിപ്പൂവൊക്കെ കെട്ടിയിട്ടാണ് കിടക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തെ മുടി കഴിഞ്ഞൊരു വശത്തായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മുടിയൊക്കെ വാരി പിടിച്ച് നല്ലപോലെ ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ പാതി ആശ്വാസമായിട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പല്ലിൻ്റെ ഏരിയയിലേക്കാണ് പോണത്. ശ്രദ്ധിക്കാതെ പറ്റില്ലല്ലോ പുള്ളേ. അതുകൊണ്ട് ഇത്തവണ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ മാനുവൽ ബ്രഷ് അങ്ങോട്ട് മാറ്റി ഒരു അപ്ഡേറ്റഡ് വേർഷൻ അങ്ങോട്ട് പിടിച്ചു. അഗാരോയുടെ കോസ്മിക് ഓസിലേറ്റിംഗ് ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ അത്. നമുക്ക് ഈ ബോക്സിൽ വരുന്ന എന്തൊക്കെയാണെന്നറിയോ? ഒരു ടൂത്ത് ബ്രഷ് ഹാൻഡിലുണ്ട്, ഓസിലേറ്റിംഗ് ബ്രഷ് ഹെഡ് ഉണ്ട്, സി ടൈപ്പ് ചാർജിങ് കേബിളും ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയൊക്കെ മാനുവൽ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലേക്സ് ഫോം ആവും. അതായത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഫോം ആവും. അതൊക്കെ ഒരു 99% ഇത് റിമൂവ് ചെയ്യും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഇതാണ് നമ്മുടെ പവർ ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും താഴെയായിട്ട് ചാർജിങ് ബോട്ടം കവർ ഉണ്ട്. അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സി ടൈപ്പ് ചാർജിങ് കേബിൾ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യാം. പീസൈസ്ഡ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളത് ആ ബ്രഷ് മൗത്തിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ഗൈഡ് ചെയ്താൽ മതി. സ്ക്രബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എവറി 30 സെക്കൻഡ്സിൽ അത് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ പറയുക, ഏരിയ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഏരിയ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ അത് തന്നെ അങ്ങ് ബ്രഷ് ചെയ്തോളും. എന്നെ പോലുള്ള മടിയന്മാർക്കൊക്കെ കുറച്ച് ഈസി പണിയാണല്ലോ. ടോട്ടൽ ഒരു 2 മിനിറ്റ് ബ്രഷിങ് മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ബ്രഷ് ഓഫ് ആകും. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. വെറും 4 മണിക്കൂർ ചാർജ് ചെയ്താൽ മതി. ഒരു 21 ദിവസത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് പിന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഗൈസ്, അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനി നിങ്ങൾ കുറേ ദിവസമായിട്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഷുഗറിൻ്റെ അവസ്ഥ എന്തായി, ഇപ്പം എന്താണ് കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ്? ഓക്കെ, അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിലെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് ഫ്രഷായി വരട്ടെ, ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യാൻ, ഒന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ ട്വിസ്റ്റ്, കറണ്ട് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ലൈറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് വരട്ടെ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതാണ് കാര്യം. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. നിങ്ങൾക്ക് ഞാൻ തുമ്പീൻ്റെ അംഗനവാടി കാണിച്ചു തരാം. അല്ലുട്ടാ, ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തുമ്പീൻ്റെ ഒച്ച ഞങ്ങൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്. അല്ലൂസേട്ടാ, അല്ലൂസേട്ടൻ്റെ വായിലെന്താ പ്ലാസ്റ്റിക് കവർ വായിലിടരുത്. അല്ലൂസേട്ടന് ഇനി 5 ദിവസം ക്ലാസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ടാസ്ക്കാണ്. ഞാനും അവനും കൂടെ യുദ്ധമായിരിക്കും. യുദ്ധം അല്ല, നമ്മൾ പാവല്ലേ അല്ലേ? നമ്മളെ കച്ചറയാ പറഞ്ഞേ. ഈ വികൃതി കളിക്കും, അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടും, അങ്ങനെ. ഓക്കെ, ഞാൻ തുമ്പീനെ അംഗനവാടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ജനൽ. അത് അങ്ങോട്ട് നോക്കുക, നീല പെയിൻ്റ് അടിച്ചത് കാണുന്നുണ്ടോ? അതാണ് തുമ്പീൻ്റെ അംഗനവാടി. അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് നമ്മളെ അംഗനവാടി. ഇത്ര ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വളഞ്ഞ് പോകണം, കുറച്ച് ദൂരം പോകണം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മക്കൾ ഇതാ പുറത്തുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? അതാ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് അനക്കൊക്കെ കാണുന്നുണ്ടോ? അതാ കണ്ടോ, കുഞ്ഞന്മാർ നടക്കുന്നത്. അവിടെ എവിടെയോ തുമ്പി കളിച്ച് നടക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന സ്ഥലം, ഷൂട്ട് ചെയ്യുന്ന അമ്പലം ഏതാ? എന്താ കണ്ടോ, നമ്മളെ ജനൽ തുറന്നാൽ നേരെ കാണുന്നത് അമ്പലമാണ്. അപ്പോൾ അതാണ് നമ്മുടെ അമ്പലം. എൻ്റെ വൈശാട്ടിനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഞങ്ങളുടെ അമ്പലം. ഓക്കെ, ആൻഡ് ഇനി അശ്വിനീൻ്റെ വീട് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിവിടെ നിന്ന് അമ്പലത്തിന് അപ്പുറത്തെ സൈഡ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നോക്കിയാൽ കാണില്ല, നമ്മൾ ബാൽക്കണിയിൽ നോക്കിയാൽ കാണും. അത് ഇവിടെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് അശ്വിനീൻ്റെ വീട്. പക്ഷെ ഒരിക്കൽ പറഞ്ഞാൽ ഈ ജനൽ അങ്ങോട്ട് തുറന്നാൽ എനിക്ക് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിയാൻ പറ്റും. ഏത് ഈ അംഗനവാടി, അമ്പലവും അശ്വിനീൻ്റെ വീടും. അയ്യോ
അങ്ങനെ ഗൈസ് കറണ്ട് വന്നു. അപ്പോൾ കറണ്ട് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പിൽ ഞാനും അല്ലൂസും പോയി ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് കുറച്ചൊന്ന് ഒരു കാര്യത്തിന് പുറത്ത് പോകാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും എന്നോട് കുറേ കമൻസ് ഞാൻ കണ്ടത് എൻ്റെ ഷുഗറിൻ്റെ ലെവൽ എന്തായി, ഇപ്പം എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഷുഗർ ഇപ്പം നല്ലോണം എൻ്റെ കയ്യിൽ കൺട്രോളായി നിൽക്കുന്നുണ്ട്. ദൈവമേ, തിരിച്ച് അങ്ങോട്ട് തന്നെ പോവല്ലേ. എന്നാലും ഒരു വിധത്തിൽ എനിക്കിപ്പം ഷുഗർ നല്ലോണം കൺട്രോളായിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ടെസ്റ്റ് ഗൈസ്, കറണ്ട് നമ്മളെ സമ്മതിക്കൂല. പക്ഷെ ഞാനങ്ങനെ തളരാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നില്ല, സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പക്ഷെ എനിക്ക് ലൈറ്റ് ഇല്ല, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നമ്മളങ്ങ് ചെയ്യുന്നേ. ഓക്കെ, അപ്പോൾ ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇനി അങ്ങനെ കറണ്ട് കളിപ്പിക്കുന്നതിൽ ഏറ്റവും സന്തോഷം ആ ബാക്കിൽ കിടക്കുന്ന സാധനത്തിനാവും. അങ്ങനെ ചിരിക്കുക എന്ന്. ഓക്കെ മതിയടാ, സ്വന്തം അമ്മയല്ലേ ഞാൻ. ആ ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കഴിഞ്ഞ ടെസ്റ്റ് ലാസ്റ്റ് ചെയ്ത ടെസ്റ്റിലുണ്ടല്ലോ എൻ്റെ ഷുഗർ FBS, അതായത് ഫുഡിന് മുമ്പുള്ളത് 87, പിന്നെ ഫുഡിന് ശേഷമുള്ളത് 120. സോ നല്ലോണം എനിക്ക് കൺട്രോൾഡായി. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മെഡിസിൻ പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ട്. ഉറങ്ങാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അറിയാലോ, പ്രഗ്നൻസി നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഒരു ലിമിറ്റ് വരെ അത് പറ്റത്തുള്ളൂ. എന്നാലും വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡിന് ടൈമിങ്, ഇൻ്റർമീഡിയൻറ്റ് ഫുഡ് എടുക്കുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഷുഗർ ഇങ്ങനെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിയത്. അത് പറഞ്ഞ് കുറേ പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഷുഗർ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണെന്നൊന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ എപ്പോഴും ചെയ്യണം വിചാരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, അത് ഇങ്ങനെ പോസ്റ്റ്പോണായി പോവാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കണം വിചാരിക്കും, അപ്പം അത് പിന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റാണ്ടായി പോവാണ്. പക്ഷെ എന്തായാലും നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യും. കാരണം കുറേ പേര് എനിക്ക് പേഴ്സണലി DM ചെയ്യുന്നുണ്ട്, ഒന്ന് ചെയ്യുമോ ചേച്ചി, ഉപകാരമാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ് കാണുന്നതിൽ കുറേ പേര് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതുപോലെ ഷുഗർ ഉള്ളവരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കും. നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. ഓക്കെ അപ്പോൾ ബൈ ദ ബൈ. അപ്പോൾ ഷുഗർ എനിക്ക് കൺട്രോളായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സന്തോഷിച്ചു, ഞാനൊരു സംഭവം തന്നെയെന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സിറ്റിങ്ങിൽ ഷുഗറും തൈറോയിഡും ചെക്ക് ചെയ്ത് വരണം എന്നുള്ളത്. പൊതുവെ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് തൈറോയിഡ് ഉണ്ടോയെന്ന്. അമ്മച്ചിയാണ്, എനിക്ക് തൈറോയിഡ് ഇല്ല. ബിക്കോസ് ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ കഴുത്ത് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നതുകൊണ്ട് ലൈക്ക് തൈറോയിഡ് ഉണ്ടോ എന്നുള്ളത്. ഇതൊക്കെ അല്ല, ഒരു മിനിറ്റ് ഏടാ, ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. അപ്പം ഇതെനിക്ക് ആക്ച്വലി പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ അച്ഛൻ എനിക്ക് പാരമ്പര്യമായിട്ട് തന്നിട്ടുള്ളത് ഒന്നത് നാക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചു പോണത്. ഞാനിങ്ങനെ സംസാരിക്കുന്നത് അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിരിക്കണം. അമ്മ അത്ര സംസാരിക്കില്ല, അച്ഛനാണ് സംസാരത്തിൽ കേമൻ. സോ എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഈ നാക്ക്, പിന്നെ ഒന്ന് ഈ കഴുത്ത്. അച്ഛനും കുട്ടി കഴുത്താണ്, അതുപോലെ തന്നെ എനിക്കും കുട്ടി കഴുത്താണ്. അതെനിക്കിഷ്ടമല്ല ഗൈസ്. പിന്നെ അച്ഛമ്മയ്ക്കൊക്കെ ഉണ്ട് ഈ ഡബിൾ ചിൻ. ആക്ച്വലി ഇതൊന്ന് കുറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ മൂന്നാമത്തതും ലോഡിങ് ആയത്. അതുകൊണ്ട് പിന്നെ ഇപ്പം എനിക്ക് എന്തായാലും ഒരു ലിമിറ്റ് വരെയല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ, വരുന്ന പോലെ കാണും. അപ്പോൾ ഇത് കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവരും എന്നോട് പണ്ടൊട്ടേ ചോദിക്കണം തൈറോയിഡ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് സിറ്റിങ്ങിൽ. ഞാൻ ഓൾറെഡി തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. ബിക്കോസ് പ്രഗ്നൻസിയിൽ എനിക്ക് തൈറോയിഡ് ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻസിയിൽ ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിക്ക് എടുക്കുന്നത് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഏറ്റവും മിനിമൽ ഡോസിലാണ് എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും മിനിമൽ ഡോസിലാണ് ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് സിറ്റിങ്ങിലേക്ക് എന്തായാലും തൈറോയിഡും കൂടെ ഷുഗറിനും കൂടെ ടെസ്റ്റ് ചെയ്ത് വരണമെന്ന്. അപ്പോൾ ഞാൻ തൈറോയിഡിനുള്ള സാമ്പിൾ അവിടെ കൊടുത്തു, ഷുഗറിനുള്ളതും കൊടുത്തു. ഷുഗറിൻ്റെ റിസൾട്ട് ഫസ്റ്റ് വന്നു. ഞാനിവിടെ ആർമാദിച്ചു. അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞു, കണ്ടോ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് എൻ്റെ ഷുഗറൊക്കെ കുറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയതിലൊക്കെ നടന്നു. ഉച്ചയ്ക്ക് ശേഷം തോന്നുന്നു തൈറോയിഡിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് വന്നതോടുകൂടി കാറ്റ് പോയ ബലൂണ് പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. അതാ പറഞ്ഞത്, ഒന്ന് പോയാൽ ഒന്ന് എനിക്ക് കിട്ടണത് എവിടുന്നാ. എനിക്കത് കണ്ടതോടുകൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവമേ എന്നിങ്ങനെ മടുപ്പ് വരില്ലേ, അതുപോലെ ആയിപ്പോയി. എനിക്ക് തൈറോയിഡ് ഉണ്ടോ, എനിക്ക് പക്ഷേ ഹെവി ഒന്നല്ല, പക്ഷെ എന്നാലും തൈറോയിഡ് ഉണ്ട്. 4 ആണുള്ളത്. അപ്പം TSH 4. അപ്പോൾ അതിൻ്റെ മുന്നേയൊക്കെ 2 അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരുന്നത്. ഇപ്പോൾ 4 കൂടെ ആയപ്പം കിളി പാറി. ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ ഫിസിക്കലി ഓക്കെ ആവും തോന്നിയപ്പോഴത്തേക്കും
നമുക്ക് എന്താ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയുക, വല്ലാത്തൊരു തളർച്ച കൂടുതലായിരിക്കുമല്ലോ. കാരണം ഷുഗർ നോർമലായി കണ്ടപ്പോൾ ഞാൻ ഉഷാറായിട്ട് നിന്നാൽ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അല്ല എനിക്ക് ഈ ക്ഷീണമെന്ന് ആ ടൈപ്പായിരുന്നു ഞാൻ. സത്യമായിട്ടും കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കോർഡിനേഷൻ ഭയങ്കര പ്രോബ്ലമാണ്. അതായത് ഓരോ ദിവസവും ഇന്നതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിറ്റേന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടതിന് പകരം വേറെ എന്തൊക്കെയോ ഫ്രിഡ്ജിൽ വെച്ച് ഇൻസുലിൻ പുറത്ത് വെക്കും. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാണ് അല്ലൂസിനെ പുറപ്പെടുവിച്ച് അംഗനവാടി കൊണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. തുമ്പിനെയാണല്ലോ അംഗനവാടിയിലാക്കേണ്ടത്, ഓന് സ്കൂളിലേക്കാണല്ലോ. ഇതൊക്കെ എപ്പോഴാണ് തിരിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. കുറേ കഴിയുമ്പോൾ വൈശാട്ടിനെ നോക്കി ഞാൻ ചോദിക്കും ഞാൻ ആരവാ എന്ന് ചോദിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലെവലിലാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മെമ്മറി ലോസ് തോന്നുക, കോർഡിനേഷൻ ഇല്ലായ്മ, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനെല്ലാം പിന്നെ ഇനിയിപ്പോൾ എല്ലാം ഞാൻ തൈറോയിഡായിട്ട് കണക്ട് ചെയ്യും. ഈ സാധനം പഠിച്ചാലുള്ള പ്രശ്നം അത്. ഈ മെഡിക്കൽ ഫീൽഡ് നമ്മൾ പഠിച്ചോ പിന്നെ നമുക്ക് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിൻ ട്യൂമർ ആക്കും നമ്മൾ. അപ്പോൾ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ എക്സ്ട്രീം സിംറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ഇനി പോകണത്രേ. പിന്നെന്താ പറയുക, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു മടുപ്പ് വന്നുപോയി. എന്നുവെച്ചാൽ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്ത് ഷുഗറൊക്കെ ഒന്ന് കൺട്രോളായി ഒന്ന് സെറ്റായി ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്ന നിമിഷത്തിൽ അടുത്ത സാധനം ഉണ്ടെന്ന് പറയുമ്പോഴുള്ളൊരു അവസ്ഥയെ ഈ പ്രഗ്നൻസിയിലാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ, ഒരു ടെൻഷനാണ്. കാരണം വേറെയുള്ള സമയം ഇപ്പം നമ്മൾ നോർമലി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ എന്ത് വന്നാലും മുമ്പക്കല്ലേ സില്ലി മാറ്റർ എന്ന് വെച്ചാൽ ചിലപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് തെറ്റിക്കാൻ നമുക്ക് തോന്നും. പക്ഷേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം എഫക്റ്റ് ചെയ്യുമ്പോൾ വാവേനയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ടെൻഷനായിരിക്കും. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കും ടെൻഷൻ ഉണ്ടാവില്ല, എല്ലാം അറിയുന്നവർക്കും ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ കുറച്ചെന്തെങ്കിലും അറിയുന്നവർക്ക് കൂടുതൽ അറിയാനുള്ള ആക്രാന്തവും അതിൻ്റെ കൂടുതൽ ടെൻഷൻ കൂടുതലായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് അത്രയധികം ടെൻഷൻ ഞാൻ പേറുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം തൈറോയ്ഡ് 4 ആണ്. ഇനി ഡോക്ടറെ കാണിക്കണം. ബാക്കിയുള്ളതൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാലാണ് ഞാനൊന്ന് സെറ്റാവുക. കാരണം എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചില്ലാണ്. ഓക്കെ, ഒരു കോള് വന്നാട്ടോ. അപ്പോൾ നസീമ ഡോക്ടറാണ് KMCTയിലെ. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാൽ അതുവരെയുള്ള ഞാൻ ഇങ്ങനെ നമ്മളെ അമ്മമാരുടെ അടുത്തൊക്കെ സംസാരിക്കില്ലേ, ലൈക്ക് അതുപോലെയാണ്. ഡോക്ടറെ അടുത്ത് എല്ലാം നമുക്ക് പറയാം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറേ കുശലം ചോദിക്കും നമ്മളെ അടുത്ത്. ഭയങ്കര കൂളായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഒരു അമ്മേനെ പോലെ ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. ബട്ട് ഇത് കണ്ടപ്പോൾ ഉള്ളൊരു അതന്നെ. അപ്പോൾ തൈറോയ്ഡ്, ഇനിയിപ്പോൾ നമുക്ക് തൈറോയിഡിലേക്ക് കിടക്കാം. തൈറോയിഡിനെ കുറിച്ച് പറയാം നമുക്ക്. ഇതുവരെ ഷുഗർ ആണെങ്കിൽ അപ്പം ഷുഗറും നമ്മളിപ്പോൾ കൺട്രോളാണെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ കയറില്ലാന്നൊന്നുമില്ല. അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിൻ്റെ കൂട്ടത്തിന് തൈറോയിഡും കൂടെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആർക്കെങ്കിലും പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് ഇതൊക്കെ തന്നെയാണ്. ക്ഷീണമാണ് മെയിനായിട്ട്, ഉറക്കമില്ലായ്മ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത്, ഞാൻ എന്തെടുക്കാൻ അങ്ങോട്ട് വന്നത്. പിന്നെ ഭയങ്കര ഈ ലോട്ടറി ടിക്കറ്റ്, എനിക്ക് ലോട്ടറി ഒക്കെ വിൽക്കാൻ പോകാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എല്ലാം നാളെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു കാര്യം ഞാൻ ഇന്ന് രാവിലെ വരെ വിചാരിക്കും അത് ഇന്ന് ചെയ്യണമെന്ന്. പക്ഷേ ആ രാവിലെ ഞാൻ വിചാരിക്കാം നാളെ ചെയ്യാൻ. അങ്ങനെ പോകുന്നൊരവസ്ഥയും കൂടിയാണ് കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് വയ്യാന്ന് പറയുന്ന സമയത്ത് അമ്മയൊക്കെ അപ്പം അതാ പറയൽ, ഞങ്ങൾക്ക് തന്നെ വയ്യ, പിന്നെ എൻ്റെ കാര്യം പറയാണ്ടാവുമെന്ന്. കാരണം ഒന്നാമതും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓൾറെഡി ഒരു ക്ഷീണമായിരിക്കും, അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ എന്തോന്ന് പറയില്ലേ, മോങ്ങാനിരിക്കുന്ന പട്ടീൻ്റെ തലയിൽ തേങ്ങ വീണുന്ന് ദതുക്കൂട്ടാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇനി ഡോക്ടറെ കാണിക്കണം. ഈ റിസൾട്ടൊക്കെ കൊണ്ടിട്ട് HB നോർമലായി ഗൈസ്. HB 11.6 11.7 എങ്ങാനുമാണ്. അപ്പോൾ HB ഓക്കെ ആയി, ഷുഗർ ഓക്കെ ആയി. അതാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പം ഞാൻ തുള്ളിച്ചാടി നിന്നപ്പോഴാണ് നമ്മളെ തൈറോയ്ഡ് ആശാൻ വരുന്നത്. ഓക്കെ, അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് കിളി പാറി. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യും. പിന്നെന്താ, ഇപ്പം എന്തായാലും ഡോസ് കൂട്ടാൻ മതിയാവും. പിന്നെ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ എക്സ്ട്രീം കണ്ടിട്ടാണ് അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ടീമാണ്, നിങ്ങൾക്കറിയാലോ ഇതുകൊണ്ട്. അപ്പോൾ കുറേയൊക്കെ സെറ്റാക്കണം. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, കമൻസ് കണ്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഓഫ് കോഴ്സ് ഡോക്ടറെ അടുത്ത് പോയത് എന്തായാലും എന്താണ് ഡോക്ടർ പറയണമെന്നൊക്കെ നമുക്ക് നോക്കട്ടെ. അടുത്ത ലോങ് വീഡിയോ എന്തായാലും ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്തു, എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ അത് തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് പേർക്ക് അതൊരു ഉപകാരമാവട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ,
അപ്പം എല്ലാവരും ചൂടത്ത് സന്തോഷമായിട്ട് ഇരിക്കുക എന്നെ പോലെ. അമ്മ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ. ഹോ ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ. അല്ലു ബൈ പറഞ്ഞടാ. എവിടെ യബാടെ നീ യബാടെ എവിടെ സ്ക്രീനിൽ കാണുന്നില്ല. ഇങ്ങോട്ട് ഏന്തി നോക്കി പറ. തലേ നിങ്ങളിങ്ങനെ ഇങ്ങനെ ആമ തോടുന്നിട്ട് എടുക്കുമ്പോൾ എൻ്റെ പ്രഗ്നൻസി പില്ലിൽ കിടന്ന് സുഖിക്കുക അല്ലേ അവിടെ. പ്രഗ്നൻസി പില്ല് എനിക്ക് വാങ്ങിയതാണെങ്കിൽ നീറ്റുകളൊക്കെയാണ്. നീറ്റുകൾ അച്ഛൻ വന്നിട്ട് അതും കൂടെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കിടക്കെ. അതായത് മനുഷ്യന്മാരാണ് നീറ്റുകളൊക്കെ. പോട്ടെ ഗൈസ്, ഓക്കെ ബൈ.